വീട്ടമ്മ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്യൂഡോമോണാസ് ആണ്. എന്താണ് സ്യൂഡോമോണാസ്? സ്യൂഡോമോണാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജൈവ കൃഷി രീതിയിൽ പലതരം മിത്ര കുമിളുകളും മിത്ര ബാക്ടീരിയകളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു മിത്ര ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ്. സ്യൂഡോമോണാസ് എന്താണെന്നും ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും നിങ്ങളിൽ പലർക്കും അറിയുമായിരിക്കാം. പക്ഷേ ഇതിനെപ്പറ്റി അറിയാത്ത ചിലർ എന്നോട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് സ്യൂഡോമോണാസിനെ കുറിച്ച് അറിയാം. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് എന്തിലൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതാണ് സ്യൂഡോമോണാസ്. ഇത് വെളുത്തൊരു പൗഡർ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ലിക്വിഡ് രൂപത്തിലും ലഭിക്കും. സ്യൂഡോമോണാസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 10 ഗ്രാം സ്യൂഡോമോണാസ്, ഏകദേശം ഒരു 300 മില്ലി വെള്ളം ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് വിത്താണ് എടുത്തിട്ടുള്ളൂ. എന്ത് വിത്ത് വേണമെങ്കിലും എടുക്കാം. ഇത് കുതിർത്തുവാനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. തലേ ദിവസം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ പിറ്റേ ദിവസം തന്നെ നമുക്കതെടുത്ത് നടാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിത്തുകൾ വളരെ പെട്ടെന്ന് മുളയ്ക്കുകയും തൈകൾ നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യുന്നു. ഒന്നാമത്തെ ഉപയോഗം നമ്മൾ കണ്ടു. ഇനി അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കാം. തൈകൾ പറിച്ച് നടുമ്പോൾ നമുക്ക് വേര് ഇതുപോലെ സ്യൂഡോമോണാസിൽ മുക്കി വെച്ചിട്ട് പറിച്ച് നടാം. മുളക്, വെണ്ട, ചീര, വഴുതന, തക്കാളി, പയറ് ഇതുപോലെ ഏത് തൈകളും നമുക്ക് നടുന്നതിന് മുമ്പ് 1 മണിക്കൂറെങ്കിലും ഈ ലായനിയിൽ മുക്കി വയ്ക്കാം. തണ്ട് നടുന്ന ചെടികളാണെങ്കിൽ ഇതുപോലെ ഒരു 2 മണിക്കൂർ നേരമെങ്കിലും മുക്കി വെച്ചിട്ട് നടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കോവലിൻ്റെ തണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവയാണെങ്കിലും നമുക്ക് ഇതുപോലെ പുരട്ടി വെച്ചിട്ട് നമുക്ക് നടാവുന്നതാണ്. ഇനി വേറൊരു ഉപയോഗമുണ്ട്, അതെങ്ങനെയാണെന്ന് പറയാം. 20 ഗ്രാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. അത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ തെളി ഊറ്റിയെടുക്കുകയാണ്. ഇതിൻ്റെ അടിഭാഗത്ത് മട്ട് ഉണ്ടാവും, അത് കളയരുത്. ഇതാ കണ്ട, മട്ട് ഇതുപോലെ അടിയിൽ ഊറിക്കിടക്കും. ഇനി ഇതൊരു ബോട്ടിലിലേക്ക് പകർത്തുകയാണ്. ഇത് നമ്മുടെ പയർ ചെടിയിലും തക്കാളിയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എല്ലാ തരം പച്ചക്കറികളിലും തെളിച്ചു കൊടുക്കാവുന്നതാണ്. വേര് ചീയൽ, തണ്ട് വാടൽ, അതുപോലെ തന്നെ പൂ കൊഴിയണതിനൊക്കെ ഇത് വളരെ നല്ലതാണ്. ചീരയിലെ ഇലപ്പുള്ളി രോഗത്തിന്, മുളകിലെ ഇല കുരുടിപ്പിന്, ജാതിയുടെ കായ കൊഴിയുന്നതിന്, കുരുമുളകിൻ്റെ തണ്ട് വാടുന്നതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ കിട്ടിയ മട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഈർപ്പമുള്ള മണ്ണിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് രാവിലെ ചെടി നനച്ച് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ വൈകുന്നേരത്ത് ചെടി നനച്ചതിന് ശേഷമൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ കാലാവധി നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. സാധാരണ 6 മാസമൊക്കെ ഇതിൻ്റെ കാലാവധി കണ്ടുവരുന്നത്. അപ്പോൾ കാലാവധി കഴിഞ്ഞത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങാം. ഇത് രാസവളങ്ങളുടെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല. കുമ്മായം, ചാരം കലർന്ന ജൈവവളങ്ങൾ ഇതിൻ്റെ കൂടെയൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. നമുക്കതിൻ്റെ ഗുണം കിട്ടില്ല. ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കിയോ അതല്ലെങ്കിൽ നാളികേര വെള്ളത്തിൽ കലക്കിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് വിത്ത് കുതിർക്കുന്നത് മുതൽ ചെറിയ തൈകളിലും അതുപോലെ തന്നെ വലിയ തൈകളിലും വിളവെടുക്കുന്നത് വരെ നമുക്ക് അതിൻ്റെ ആദ്യ അവസാനം ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു ജൈവ കീടനാശിനിയാണ് ഈ സ്യൂഡോമോണാസ്. നമ്മൾ ചെടികൾ പറിച്ചൊക്കെ നട്ടിട്ട് നമുക്ക് രോഗം വരാൻ കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തെളിച്ചു കൊടുക്കാവുന്നതാണ്. രോഗം വരുന്നതിന് മുമ്പൊക്കെ തന്നെ നമുക്ക് തെളിച്ചു കൊടുക്കാം. ആഴ്ചയിൽ ഒരിക്കൽ വീതം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഇതുപോലെയുള്ള മട്ട് കടയ്ക്കൽ ഒഴിക്കുകയും ചെയ്യാം. ഇലയിലും തണ്ടിലും
അതുപോലെ തന്നെ കടക്കിലൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ചെടിക്ക് ഒരു വിധത്തിലുള്ള രോഗകീടബാധയും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടും ഈ അത്ഭുത മരുന്ന് കർഷകൻ്റെ ഒരു മിത്രമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഈ സ്യൂഡോമോണാസ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.